തൃശ്ശൂരിൽ ആര് ജയിക്കും ഈ ത്രികോണ പോരിൽ എന്നത് സംബന്ധിച്ച് വീറും വാശിയുമുള്ള പലതരം പ്രവചനങ്ങളും പലതരം അവകാശവാദങ്ങളും നമ്മൾ കുറേ ദിവസമായി കണ്ടുവരികയാണ്. പക്ഷെ അതിനൊക്കെ പിന്നാലെ മറ്റാരും തോൽക്കണ്ട, ഞാൻ തന്നെ തോൽക്കും എന്ന് തുറന്നു പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്ന. മറ്റാരുമല്ല, കെ മുരളീധരൻ. കെ മുരളീധരൻ എവിടെ തുറന്നു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ നേതാക്കളുടെ വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മൾ ഡയലോഗുകൾ അത് അതേപടി എടുക്കുകയല്ല വേണ്ടത്. അവരുടെ ഓരോ സെൻറ്റൻസുകളുടെയും പിന്നിലുള്ള കഥ അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കെ മുരളീധരൻ്റെ ചില പ്രസ്താവനകളാണ് തൃശ്ശൂരിൽ തോൽക്കുമെന്ന് മുരളീധരൻ പറയാതെ പറയുന്നു എന്ന് ഒരുപക്ഷെ ആലങ്കാരികമായി പറയാം. കെ മുരളീധരൻ തുറന്നു പറയുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണത്? അതിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇത് രാഷ്ട്രീയമാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് പറയണം. മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് കെ മുരളീധരൻ അങ്ങനെ പറയാതെ പറയുന്നത് അല്ലെങ്കിൽ തുറഞ്ഞു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, തൃശ്ശൂരിൽ CPM വോട്ടുകൾ BJPക്ക് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ പ്രസ്താവന. കേവലം ഒരു പ്രസ്താവന മാത്രമല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഏറ്റവും ഒടുവിലെ മണിക്കൂറുകളിൽ പോലും അദ്ദേഹം നടത്തുന്ന സമാനമായ പ്രസ്താവനയാണ്. അതായത് തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായി CPM വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് BJPക്ക് അനുകൂലമായി CPM വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് സംഭവിക്കുക? BJP ജയിക്കും. മറ്റ് എന്തെങ്കിലും ഒരു കാര്യം അവിടെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം കഴിഞ്ഞ തവണ 2,73,000 വോട്ട് നേടിയ BJP, ഒപ്പം തന്നെ ഇപ്പുറത്ത് ദുർബലനായ രാജാജി മാത്യു തോമസ് ഏതാണ്ട് 3,22,000, 4,15,000 വോട്ട് നേടുന്ന TN പ്രതാപൻ. അങ്ങനെയാണ് ഏതാണ്ട് 90,000-ൽ പരം വോട്ടുകൾക്ക് TN പ്രതാപൻ അവിടെ ജയിക്കുന്നത്. ദുർബലനായ രാജാജി മാത്യു തോമസ് എന്ന് തന്നെ പറയേണ്ടി വരും CPI സ്ഥാനാർത്ഥി. ഇത്തവണ അങ്ങനെയല്ല. അവിടുത്തെ CPI സ്ഥാനാർത്ഥി സുനിൽകുമാർ, VS സുനിൽകുമാർ അതിശക്തനാണ്. ആ മണ്ഡലത്തിൽ അത്രയും വേരുകളുള്ള ആളാണ്. കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. തൃശ്ശൂർ MLA ആയിരുന്നു, കൃഷിമന്ത്രിയായിരുന്നു കഴിഞ്ഞ സർക്കാരിൽ. അങ്ങനെ ജനകീയനായ VS സുനിൽകുമാറിന് എന്തായാലും അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കുന്ന വോട്ടുകൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിപ്പോൾ ആര് ജയിച്ചാലും. അതായത് നമ്മൾ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം ഇത്തവണ വിലയിരുത്തുമ്പോൾ എല്ലാ മുന്നണികളും തുറന്ന് സമ്മതിച്ചില്ലെങ്കിൽ പോലും സമ്മതിക്കുന്ന ഒന്ന് അവിടെ ഒരു ത്രികോണ പോരാണ് എന്നുള്ളതാണ്. അതായത് ആര് ജയിച്ചാലും ആരും അത്ര പിന്നിൽ പോകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ കൂടിയാണ്. അപ്പോൾ അവിടെ കെ മുരളീധരൻ ജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. അതായത് VS സുനിൽകുമാർ കഴിഞ്ഞ തവണ CPI പിടിച്ച വോട്ടുകളെക്കാട്ടിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കും. അതായത് രാജാജി മാത്യു തോമസ് പിടിച്ച വോട്ടുകളെക്കാട്ടിൽ കൂടുതൽ വോട്ട് പിടിക്കും എന്ന് തന്നെ കരുതേണ്ടി വരും. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ട് സ്വാഭാവികമായിട്ട് താഴോട്ട് വരും. BJP വോട്ടുകൾ എന്ത് സംഭവിക്കും? BJP പരമ്പരാഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ആ വളർന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ സ്വാഭാവികമായും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കും അവിടെ വോട്ട് കൂടും. അതായത് ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്. CPM വോട്ടുകൾ BJPക്ക് അനുകൂലമായി നടന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ മുരളീധരന് താൻ ജയിക്കുമെന്നൊരു അവകാശവാദം പറയാൻ ഒരു അർഹതയുമില്ല. അവിടെ പിന്നെ ജയിക്കുക, CPM വോട്ട് ലഭിച്ചാൽ ജയിക്കുക സുരേഷ് ഗോപി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫലത്തിൽ മുരളീധരൻ ജയിക്കുമെന്ന് മാത്രം പിന്നെ എന്തിനാണ് പറയുന്നത് എന്ന സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് മുരളീധരൻ പറയുന്ന ഒന്നുകൂടെ വിശാലാർത്ഥത്തിലെടുത്താൽ നാട്ടികയും പുതുക്കാടും മാത്രമാണ് UDF പിന്നോട്ട് പോകുന്നത്. അതായത് സുനിൽകുമാർ പറയുന്നത് 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും താൻ മുന്നിലെത്തും എന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൗണ്ടർ, കെ മുരളീധരൻ്റെ കൗണ്ടർ, ഞാൻ എല്ലാം അങ്ങനെ പറയുന്നില്ല, ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് പറയുന്നത്. അത് ഈ നാട്ടികയും പുതുക്കാടും. അവിടെ മുരളീധരൻ പറയുന്നതിൽ ഒരു കൗതുകം കൂടിയുണ്ട്. ആ 2 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ ചിലപ്പോൾ CPI ആയിരിക്കും, അല്ലെങ്കിൽ BJPക്ക് ആയിരിക്കും അവിടെ നേട്ടം ഉണ്ടാവുക എന്ന്. അതായത് ഈ 2 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP മുന്നിൽ പോകാം എന്നുള്ള കൃത്യമായ കണക്ക് തന്നെ കെ മുരളീധരൻ പറയുമ്പോൾ, അതായത് സുരേഷ് ഗോപിക്ക് CPM വോട്ട് കിട്ടുന്നു, നാട്ടിക പുതുക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ ഇപ്പുറത്ത് സുരേഷ് ഗോപി മുന്നേറുന്നു, BJP വോട്ട് മുന്നേറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്? താൻ തോൽക്കുമെന്നും സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയല്ലേ?
അതാണ് സുരേഷ് ഗോപി, ആ, കെ മുരളീധരൻ ഈ വിഷയത്തിൽ താൻ തോൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതായത് നാട്ടികവും പുതുക്കാടിനെക്കുറിച്ചും കെ മുരളീധരൻ കൃത്യമായി പറയുമ്പോൾ അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. നാട്ടിക ആരുടെ മണ്ഡലമാണ് എന്നുള്ളതാണ്. ആർക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് എന്ന് ചോദിച്ചാൽ ടി എൻ പ്രതാപന് സ്വാധീനമുള്ള മണ്ഡലമാണ്. ടി എൻ പ്രതാപൻ കെ മുരളീധരനൊപ്പം പ്രചരണ വാഹനത്തിൽ പലപ്പോഴും കണ്ടു. അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന അടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ കെ മുരളീധരന് അങ്ങനെയല്ല തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെട്ടത് എന്നതിൻ്റെ തെളിവ് കൂടി, കൃത്യമായ തുറന്നു പറച്ചിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെ മുരളീധരൻ സത്യസന്ധമായി തുറന്നു പറയുന്നത്. നാട്ടികയിൽ ഒരുപക്ഷെ BJP മുന്നോട്ട് പോകുക, അതായത് ഈ ധീവര സമുദായത്തിൻ്റെയൊക്കെ വലിയ പ്രതിഷേധം നാട്ടികയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ടി എൻ പ്രതാപനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയപ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. അവിടെ ആണ് ഫലത്തിൽ ടി എൻ പ്രതാപൻ ഒരു പണി തനിക്ക് തന്നു എന്നൊരു സംശയം കെ മുരളീധരനുണ്ട് എന്ന നിലയിൽ മനസ്സിലാക്കേണ്ടി വരുന്നത്. എന്തായാലും പരാജയഭീതി കൊണ്ടാണ് കെ മുരളീധരൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് VS സുനിൽകുമാറിൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം അവിടെ ജയം ഉറപ്പിക്കുകയും ചെയ്യുകയാണ് എന്നതാണ് വസ്തുത. അതായത് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അങ്ങനെയാണ്. പക്ഷേ അവിടെയാണ് പ്രശ്നം. ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും അവസാന ദിവസമുണ്ടായ പൂരം കലക്കിയതാര് എന്ന വിവാദം സുനിൽകുമാറിന് ഒട്ടും സഹായകമായിരുന്നില്ല. സുനിൽകുമാറിന് ആ മണ്ഡലത്തിൽ പലയിടത്തും, അതായത് പൂരം എന്ന് പറഞ്ഞാൽ കേവലം തൃശ്ശൂർ മാത്രം നിൽക്കുന്ന ഒന്നുമല്ല, അതിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം എന്തായാലും ഉറപ്പായും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് സുനിൽകുമാറിൻ്റെ സാധ്യത പിന്നെയും തിരിച്ചടിയാകുന്നത്, ഇല്ലാതാകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുമപ്പുറത്ത് സുനിൽകുമാർ എന്നതിന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി നടന്നൊരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ തൃശ്ശൂരിനെ സംബന്ധിച്ച് കരുവന്നൂർ വിഷയം BJP അതിശക്തമായി ഉയർത്തുകയും CPMൻ്റെ പ്രാദേശിക നേതാക്കൾ പലരും അകത്താകുകയും CPMൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം PK ബിജു അടക്കം EDയുടെ ചോദ്യമുനയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ബാക്കിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ പ്രവചിച്ചതാണ്. ഇപ്പോഴത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. പൊതുവെ എല്ലാവരും സുരേഷ് ഗോപി തോൽക്കും എന്ന് ആവർത്തിച്ച് പ്രവചിക്കുമ്പോഴും ഈ പൊതു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കും എന്ന് പറയുന്നത്. സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുമ്പോൾ ആ പ്രവചനത്തിന് കൃത്യമായ ഒരു ശരിവെക്കൽ കൂടിയാണ് കെ മുരളീധരൻ്റെ വാക്കുകളിൽ ഉള്ളത് എന്നതും നമ്മൾ എടുത്തു കാണേണ്ടതാണ്. സുരേഷ് ഗോപിയുടെ സാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പൂരം വിവാദം, അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ പൊതുവെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ആ മണ്ഡലത്തിൽ ഒന്നാകെ കഴിഞ്ഞ 5-6 വർഷമായി പ്രവർത്തിച്ച പരിചയം, അദ്ദേഹം സഹായം ചെയ്ത മനുഷ്യരുടെ അടുത്തു നിന്നുള്ള പോസിറ്റീവ് വൈബ്, ഒപ്പം തന്നെ ആ മണ്ഡലത്തിൽ ആദ്യമായി 15 ദിവസം മാത്രം പ്രവർത്തിച്ച് വർക്ക് ചെയ്തപ്പോൾ സുരേഷ് ഗോപി നേടിയത് 2,93,000 വോട്ടാണ്. സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗം ആഞ്ഞടിക്കുമ്പോഴാണ് അത്രത്തോളം വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അതായത് ജയിക്കുമെന്നൊരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നൊരു മണ്ഡലമായി തൃശ്ശൂരിനെ മാറ്റിയെടുത്തത് പോലും സുരേഷ് ഗോപിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല, പ്രധാനമന്ത്രിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം, അതൊക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മകളുടെ വിവാഹവേദിയിലെല്ലാം നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും, ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യും. കാരണം മന്ത്രിയൊന്നും ആകാതെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആകാതെ നിൽക്കുമ്പോൾ പോലും തൃശ്ശൂരിൽ ശക്തൻ മാർക്കറ്റിലടക്കം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, കോർപ്പറേഷൻ അടക്കം, അതായത് ഇടത് ഭരിക്കുന്ന കോർപ്പറേഷൻ്റെ മേയർ അടക്കം സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് മറക്കാൻ കഴിയില്ല, 1 കോടി രൂപയാണ് കോർപ്പറേഷൻ നൽകിയത് വികസന പദ്ധതികൾക്കായി എന്നുള്ളത്. ഇതൊക്കെ സാധാരണ ഒരു ജനറൽ വോട്ടിങ്ങിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ പറയുന്ന പുറത്തുള്ള പ്രചരണ കോലാഹലങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അതായത് നമ്മൾ ഈ ഒരു പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ള നിലയിലുള്ള പക്ക വോട്ടിംഗ് ഒക്കെ ഒരു ചെറിയ ശതമാനം വോട്ടിങ്ങാണ്.
ഒരു ജനറൽ വോട്ടിംഗ് ആണ് ആരാണ് മണ്ഡലത്തിൽ ജയിക്കുക എന്ന് തീരുമാനിക്കുക. അവിടെയാണ് സുരേഷ് ഗോപിയുടെ സാധ്യത നിലനിൽക്കുന്നത് എന്ന് പ്രവചിക്കുന്നത്. എന്തായാലും കെ മുരളീധരൻ്റെ വെളിപ്പെടുത്തലോടെ അത് ഒന്നുകൂടി ഉറയ്ക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പൂരം വിവാദം സുനിലിൻ്റെ സാധ്യത ഇല്ലാതാക്കി എന്നും പറയേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്ന് തന്നെ ഈ ഘട്ടത്തിലും വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻ്റായി തന്നെ രേഖപ്പെടുത്തണം. രാഷ്ട്രീയമാണ്, അത് ഉള്ളിൽ വെക്കാനുള്ളതല്ല, ചർച്ച ചെയ്യാനുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.